അസ്സലാമു അലൈക്കും. ഹലോ ഡിയേഴ്സ്, ഒരുപാട് കാലമായി നമ്മൾ കാത്തിരുന്നിട്ടുള്ള കേട്ടറ്റ് എക്സാം ഇന്ന് നല്ല രീതിയിൽ എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ അതിൽ വന്നിട്ടുള്ള സൈക്കോളജി, മലയാളം, അതുപോലത്തെ വിഷയങ്ങളിൽ, അതുപോലെ നമ്മുടെ പാർട്ട് 1 അറബിക്കിലൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും ഏതൊക്കെയാണ് ചെയ്തിട്ടുള്ള ആൻസേഴ്സ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കിനി പെഡഗോജി ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ ഓവറോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഒരു ഈസി ടു മീഡിയം ലെവലിലുള്ളൂ. വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. വളരെ സിമ്പിളായിരുന്നു എക്സാം തന്നെ പറയാം. ഒരുപാട് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളൂ. അതിന് പുറമേ ഉള്ളതൊന്നും കൂടുതലായിട്ടും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെറ്റ് സിയുടെ ആണ്. നിങ്ങൾക്കറിയാം ABCD 4 സെറ്റിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെറ്റ് സിയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് സെറ്റായാലും നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വേണം, സി സെറ്റ് ഇല്ലാത്തവർ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്, ആൻസർ കണ്ടെത്താൻ. അതല്ലാണ്ട് നമ്പർ നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, നിങ്ങളുടെ ആൻസർ ശരിയാവില്ല. കാരണം ഓരോ നമ്പറിലും വ്യത്യസ്ത ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, നോക്കാം. 121ാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള എന്താണ്? അത്തർബിയ ഹസ്ബൻ നളരിയാത്തിൽ ജദീദ. നമ്മുടെ പുതിയ ലേണിംഗ് തിയറീസിന്റെ ബേസിൽ വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ഒരുപാട് പുതിയ ലേണിംഗ് തിയറീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൺസ്ട്രക്റ്റിവിസവും കോഗ്നിറ്റീവ് തിയറി, അങ്ങനെ ഒരുപാട് തിയറീസ് പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം എന്താ പറയുന്നത്? സ്റ്റുഡൻറ് സെൻട്രിക് ആണ് എന്നല്ലേ പറയുന്നത്? മുറക്കസ അലദ്ദാരിസ് അല്ലേ? മുറക്കസ അലദ്ദാരിസ് സ്റ്റുഡൻറ് സെൻട്രിക് ആണ്. ഇപ്പോഴത്തെ എല്ലാ ലേണിംഗ് തിയറീസും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ബാക്കി ഓപ്ഷൻസും ജസ്റ്റ് ഒന്ന് പറയാം. വൈറ മുറക്കസ അലൽ അൻഷിത, ആക്ടിവിറ്റീസിനെ കേന്ദ്രീകരിച്ചുകൊണ്ടല്ല. അതുപോലെ മുറക്കസ അലൽ മുദരിസ്, അധ്യാപകൻ ടീച്ചർ സെൻട്രിക് ആണ്. ഇതിൽ ചെറിയ വരകളൊക്കെ കാണാം, അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ചെയ്ത കുട്ടികളുടെ അടുത്ത് നിന്ന് വാങ്ങിയതുകൊണ്ടാണ്. ദെൻ മുറക്കസ അലൽ കുത്തുബുൽ മുഖററ ഫഖത്ത്, അതുപോലെ ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് മാത്രമായിട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം പുതിയ ലേണിംഗ് തിയറീസ് എല്ലാം തന്നെ പറയുന്നത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്റ്റുഡൻറ് സെൻട്രിക് ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ദെൻ 124ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്, 122ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ലൈസ മിനൽ മുഹാദസാത്ത്, അതായത് എന്താണ്, കോൺവെർസേഷനിൽ പെടാത്തത് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അസബൂറത്ത് ദക്കിയ, ഉസ്ബൂറ എന്നാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറേ ടൈപ്പിംഗ് മിസ്റ്റേക്സ് കാണാൻ പറ്റുന്നുണ്ട്. സബൂറത്ത് ദക്കിയ മീൻസ് നമ്മുടെ സ്മാർട്ട് ബോർഡ്, ഇത്തരത്തിലുള്ള സ്മാർട്ട് ബോർഡിനെയാണ് പറയുന്നത്. ഈ സ്മാർട്ട് ബോർഡ് ഒരിക്കലും സംസാരിക്കുന്നില്ല, ഒരു മൊഹാദസത്തല്ല, പകരം ഇതെന്താണ്, ഇതൊരു ടീച്ചിങ് എയ്ഡായിട്ട് അല്ലെങ്കിൽ ലേണിംഗ് എയ്ഡായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഹിക്കായ എന്ന് പറഞ്ഞാൽ, ഹിക്കായത്ത് എന്ന് പറഞ്ഞാൽ അതൊരു മുഹാദസാത്തിന്റെ ഭാഗമാണ്, നമ്മൾ പഠിച്ചതാണ്. അതുപോലെ ഖിസ്സ, ഖസീറ, ഖുത്ബ ഒക്കെ മുഹാദസാത്തിന്റെ ഭാഗമാണ്. സോ ആൻസർ ഈസ് സബൂറ അദ്ദക്കിയ. 123ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഓഡ് 1 ആയിട്ടുള്ളത് ഏതാണ് എന്നുള്ളതാണ്. നോം ചോംസ്കി, പാവ്ലോ, സ്കിന്നർ, തൊണ്ടെക്. നമുക്കറിയാം 3 ആളുകൾ ഒരു സ്വഭാവമാണ് കാണിക്കുന്നത്, മറ്റൊരാൾ വ്യത്യസ്തമാണ്. ആരാണ്? നോം ചോംസ്കി. നോം ചോംസ്കി എന്ന് പറയുന്നത് ഏത് തിയറിയുടെ ഉപജ്ഞാതാവാണ്? ഖവായിദുൻ നഹ്വുൽ ആലമി, യൂണിവേഴ്സൽ ഗ്രാമർ തിയറി മുന്നോട്ട് വെച്ചിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ പുതിയ ലേണിംഗ് തിയറീസിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അതേസമയം പാവ്ലോ, സ്കിന്നർ, തൊണ്ടെക്കൊക്കെ ഏതാണ്? നമ്മുടെ നളരിയ സുലൂക്കിയ, ബിഹേവിയറിസത്തിൽ വരുന്നതാണ് അല്ലേ. ഓക്കെ, ദെൻ 124 ഹസ്ബ. ഇവിടെ മുഹസ്ബ് എന്ന് കാണാൻ പറ്റും, അവിടെയും ക്വസ്റ്റ്യന് ഒരു ടൈപ്പിംഗ് എറർ വന്നിട്ടുണ്ട്. ഹസ്ബൻ നളരിയാത്തിൽ ഹദീസ, മോഡേൺ തിയറീസിനെ ബേസ് ചെയ്തുകൊണ്ട് ഇക്തിസാബുൽ ലാംഗ്വേജ് അക്വിസിഷൻ, ഭാഷാർജനം എന്ന് പറയുന്നത് എന്താണ് എന്നാണ് മോഡേൺ ലേണിംഗ് തിയറീസ് പറയുന്നത്. എന്താണ്? ഇതെല്ലാം കൂടെ നമ്മൾ വായിക്കേണ്ട ആവശ്യമില്ല, നമുക്കറിയാം എങ്ങനെയാണ് ഭാഷ, ലാംഗ്വേജ്, കുട്ടി എങ്ങനെ അക്വസിഷൻ നടത്തേണ്ടതെന്ന് പറയുന്നത് ആശയത്തിൽ നിന്ന് അക്ഷരത്തിലേക്കാണ്. പണ്ട് കാലത്തൊക്കെ നമ്മുടെ ചെറിയ ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ മുതിർന്നവരൊക്കെ പഠിച്ചിരുന്നത് അവരാദ്യം അക്ഷരം പഠിക്കും, പിന്നെ അക്ഷരം വെച്ചിട്ട് വാക്കുകൾ എഴുതാൻ പഠിക്കും, ദെൻ വാക്യങ്ങളും, പിന്നീട് വലിയ വലിയ പാരഗ്രാഫിലേക്കാണ് പോയത്. എന്നാൽ ഇന്ന് നേരെ തിരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ LP സ്കൂളിലെ ബുക്കുകളൊക്കെ എടുത്തു നോക്കിയാൽ നമുക്കറിയാം ആശയത്തിൽ നിന്ന് അക്ഷരത്തിലേക്കാണ് വരുന്നത് അല്ലേ. സോ ആൻസർ ഈസ് സി, മിനൽ മാനി, ആശയത്തിൽ നിന്ന് ഇലൽ ജുമൽ, സെന്റൻസിലേക്ക് വരുന്നു, തുമ്മ ഇലൽ കലിമാത്ത്, പിന്നെ വേർഡ്സിലേക്ക് വരുന്നു, തുമ്മ ഇലൽ ഹറൂഫ്, പിന്നെ അക്ഷരങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ലൈസ മിൻ വസ്ഫി അൽ മുദരിസുൽ മിസാലി, ഒരു റോൾ മോഡലായ ടീച്ചറിന്റെ വസ്ഫിൽ പെടാത്തത്, ക്വാളിറ്റീസിൽ പെടാത്തത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്.
ദാരിസുൻ മുസ്തമിറുൻ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റ്. ഇവർ കുറേ എന്തൊക്കെയോ ടൈപ്പിംഗ് മിസ്റ്റേക്കുകൾ ഇതിൽ കാണുന്നുണ്ട്. ദെൻ അത്തമസുക്ക് ബിൻ നളരിയാത്തി സുലൂക്കിയ ബിഹേവിയറിസം, ആ ഒരു ബിഹേവിയറിസ്റ്റ് തിയറി മുറുകെ പിടിക്കുക. ദെൻ അസ്വദീഖുൻ മുഖലിസ്, നല്ലൊരു നിഷ്കളങ്കനായ സുഹൃത്ത്. മുയസ്സർ വ മുസായിദുൽ ലിദ്ദാരിസ്, അതുപോലെ കുട്ടിക്ക് ഒരു സപ്പോർട്ടറായിട്ട് ഒരു സഹായിയായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അപ്പം നല്ലൊരു ടീച്ചറുടെ ക്വാളിറ്റിയിൽ പെടാത്തതാണ് എന്ത്, തമസുക്ക് ബിൻ നളരിയാത്തി സുലൂക്കിയ ബിഹേവിയർ തിയറി മുന്നോട്ട് വെക്കുക. കാരണം ഒരു ലേണിംഗ് തിയറിയും സപ്പോർട്ട് ചെയ്യാത്തതാണ് ബിഹേവിയറിസ്റ്റ് തിയറി. നളരിയ സുലൂക്കിയ ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത ഒന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലൈസ മിൻ ഫവാഇദിൽ വസഇൽ താലിമിയ, ടീച്ചിങ് എയ്ഡ്സിൻ്റെ പ്രയോജനങ്ങളിൽ പെടാത്തത് ഏതാണ് എന്നുള്ളതാണ്. നമുക്കറിയാം ടീച്ചിങ് എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ ടീച്ചിങ് എളുപ്പമാക്കി കുട്ടികൾക്ക് കാര്യം പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ മീഡിയകളെയും നമുക്ക് ടീച്ചിങ് എയ്ഡ്സ് എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ബോർഡ് ഞാനിവിടെ വന്ന് വെറുതെ ക്വസ്റ്റ്യൻ എൻ്റെ കയ്യിലുള്ളത് നോക്കി വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഇത്ര പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അതേസമയം ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ടീച്ചിങ് എയ്ഡ്സിൻ്റെ പ്രയോജനങ്ങളാണ്, അത് പ്രയോജനങ്ങളിൽ പെടാത്തതാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ പ്രയോജനങ്ങളിൽ പെടാത്തത് തഖലീലുൽ ജുഹദ്, അതായത് എഫേർട്ട് കുറയും അല്ലേ. കാര്യങ്ങൾ പെട്ടെന്ന് കുട്ടികൾക്കും മനസ്സിലാവും, ടീച്ചർക്കും പറഞ്ഞുതരാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അത് പ്രയോജനമുള്ളതാണ്. ദെൻ ഇലാത്തുൽ വഖ്ത്, സമയനഷ്ടം. ദെൻ ഇസാറത്തു ഇഹ്തിമാമുദ്ദാരിസീൻ, കുട്ടികളുടെ ശ്രദ്ധ ഇളക്കി വിടാൻ സാധിക്കും അല്ലേ. അതുപോലെ തസ്ഹീലു അമലിയത്ത് താലീം, ടീച്ചിങ് പ്രോസസ്സ് എളുപ്പമാക്കും അല്ലേ. അപ്പോൾ ഇവിടെ സമയനഷ്ടം എന്നുള്ളത് ഇവിടെ ഇല്ല. ഇവിടെ സമയം ലാഭമാണ്. പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് പോകാൻ പറ്റും. രണ്ട് കൂട്ടർക്കും അത് എളുപ്പമായിരിക്കും. ഓക്കെ. ദെൻ 127 ചോദിച്ചിട്ടുള്ളത് അത്തഖവീം അൽ മുസ്തമിർ അൽ മുസ്തഅബ്, CCE, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. ലാ യഖവ്വിം, അത് നേരെയാക്കുന്നില്ല. അതായത് അത് ടച്ച് ചെയ്യാത്ത ഒരു ഏരിയ ഏതാണ് എന്നുള്ളത് നമുക്കറിയാം. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ കുട്ടിയുടെ ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, അത് വളർത്താൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അൽ ജാനിബുൽ മാറഫി, കോഗ്നിറ്റീവ് സൈഡിനെ, വൈജ്ഞാനികപരമായ സൈഡിനെ അത് വളർത്തുന്നുണ്ട്. അതുപോലെ അൽ ജാനിബുൽ ബദനി, അതായത് ഫിസിക്കൽ ആയിട്ടുള്ളതിനെ വളർത്തുന്നു. ജാനിബുൽ ആത്തിഫി, ഇമോഷണൽ ആയിട്ടുള്ള സൈഡിനെ. ജാനിബുൽ അദാഇ, പെർഫോമൻസ് സൈഡിനെ. അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ അറിയാം ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഭാഗത്തെ കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ വളർത്തുന്നില്ല. ബാക്കിയുള്ള എല്ലാ മേഖലകളിലും അതെന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ. The next question, اختر الترتيب الصح في خطوات تقديم الوحدات, അതായത് ഒരു യൂണിറ്റ്, ഒരു പാഠം അത് പ്രസന്റ് ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പ്, ഏറ്റവും ശരിയായ സ്റ്റെപ്പ് ഏതാണ് എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഏതൊരു കാര്യം നമ്മൾ പറയുന്ന സമയത്തും നമുക്ക് എന്ത് വേണം, തംഹീദ്, ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. അപ്പോഴേ കുട്ടിക്ക് എന്തിനെ കുറിച്ചാണ് പറയുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ എളുപ്പത്തിൽ ആൻസർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ഇങ്ങനെ നോക്കുക. അപ്പോൾ ഇവിടെ രണ്ടും ഇൻട്രൊഡക്ഷനാണ്, ഇവിടെ തത്ബീഖ്, അപ്ലിക്കേഷനാണ് പറയുന്നത്. അപ്പോൾ ഇതല്ല. ദെൻ തഖ്വീം, ആദ്യം തന്നെ ഒരു കാര്യം ഇവാലുവേഷൻ നടത്തുക എന്നുള്ളതല്ല, അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. ദെൻ തത്ബീഖ്, ഇവിടെ അപ്ലിക്കേഷനാണ് പറയുന്നത്. ഇവിടെ തഖ്ദീം. അപ്പം നമ്മൾ ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യുക, ആ വഹദത്ത്, ആ യൂണിറ്റ് നമ്മൾ തഖ്ദീം ചെയ്യുക അല്ലേ, പ്രസൻറ്റ് ചെയ്യുക. ദെൻ തദ്രീബ്, അത് കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുക. ദെൻ തത്ബീഖ്, അവരെ അപ്ലിക്കേഷൻ, അവർ നമ്മൾ എക്സസൈസ് ഒക്കെ അവരെ പരിശീലിപ്പിച്ചിട്ട് പിന്നെ അത് അപ്ലൈ ചെയ്തിട്ട് അവർക്ക് അത് വീണ്ടും പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുക. ലാസ്റ്റ് അവരെ എന്ത് ചെയ്യുക, തഖ്വീം, ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ. ദെൻ നമുക്ക് 130ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മിൻ ഉയൂബി ത്വരീഖത്തുൽ മുഹാലറ, ലെക്ചർ മെത്തേഡിൻ്റെ ന്യൂനതയിൽപ്പെട്ടത് ഏതാണ്? ലെക്ചർ മെത്തേഡ് എന്താണ് നമുക്കറിയാം, സഹ്ലു തത്ബീഖ്, അത് പെട്ടെന്ന് തന്നെ. ലെക്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇങ്ങനെ എടുത്തു പോവാണ്, കുട്ടിയുടെ ഇൻട്രാക്ഷൻ അവിടെ നോക്കുന്നേ ഇല്ല. അപ്പോൾ എന്താണ്, പെട്ടെന്ന് എളുപ്പത്തിൽ അത് അപ്ലിക്കേഷണൽ ലെവലിൽ കൊണ്ടുവരാൻ പറ്റും, പെട്ടെന്ന് ക്ലാസ് എടുക്കാൻ പറ്റും. ദെൻ മുഖാത്തബ അദദുൻ കബീറുൻ, വലിയൊരു ഓഡിയൻസിനെ അഭിസംബോധന ചെയ്ത് നമുക്ക് എന്താണ് ലെക്ചർ മെത്തേഡിലൂടെ ക്ലാസ് എടുക്കാൻ പറ്റും. തൗഫീറുൽ വക്ത്, അതുപോലെ തന്നെ സമയം ലാഭമാണ്, കാരണം കുട്ടിയെ ഇൻട്രാക്ട് ചെയ്യാനോ അവരുടെ സംശയങ്ങൾ ചോദിക്കാനോ ഒന്നും നിൽക്കുന്നില്ല, അപ്പോൾ ടൈം അവിടെ അവൈലബിൾ ആണ്.
ഇഹ്മാൽ ഫുറൂഖുൽ ഫർദിയ, ഇൻഡിവിജ്വൽ ഡിഫറൻറ്റ്, ഓരോ കുട്ടിക്കും മനസ്സിലാകുന്ന തോതും സംശയങ്ങളുടെ തോതും വ്യത്യാസമായിരിക്കും, അതിനെ അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ളത് അത് ലെക്ചർ മെത്തേഡിൻ്റെ ഒരു ഒയൂബിൽ പെട്ടതാണ്. ബാക്കിയെല്ലാം ലെക്ചർ മെത്തേഡിൻ്റെ മെറിറ്റാണ്, ഇത് ലെക്ചർ മെത്തേഡിൻ്റെ ഡീമെറിറ്റ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 131. യഹ്താജു അത്തഖ്വീം അദ്ദാത്തി. തഖ്വീം അദ്ദാത്തി എന്ന് പറഞ്ഞാൽ സെൽഫ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ലിൽ മുദരിസ് ഫഖത്ത്, അധ്യാപകന് മാത്രം, ലിൽ ദാരിസ് ഫഖത്ത്, കുട്ടിക്ക് മാത്രം, ലിൽ മുദരിസ് വദ്ദാരിസ് മാൻ, അധ്യാപകനും കുട്ടിക്കും, ലിൽ വാലിദൈനി ഫഖത്ത്, മാതാപിതാക്കൾക്ക് മാത്രം. ഇവിടെ കുറെ കൂടി ശരിയായ ആൻസർ എന്ന് പറയുന്നത് സെൽഫ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് കുട്ടിയും നടത്തണം, അധ്യാപകനും നടത്തണം, എല്ലാവരും സെൽഫ് ഇവാലുവേഷൻ നടത്തണം എന്നുള്ളത് കൂടുതൽ ശരിയായിട്ട് പറയാൻ നമുക്കൊരു ചാൻസ് കാണാം. കാരണം എന്താന്ന് വെച്ചാൽ കുട്ടി ഞാൻ പഠിച്ചത് എത്രത്തോളം ശരിയായിട്ടുണ്ട് എന്ന് ആ കുട്ടി നോക്കുന്നത് അവിടെ എന്താണ്, അതൊരു സെൽഫ് ഇവാലുവേഷൻ ആണ്. അതുപോലെ അധ്യാപകനും സെൽഫ് ഇവാലുവേഷൻ നടത്താം, ഞാൻ പഠിപ്പിച്ചത് എത്രത്തോളം ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിലും നടത്താം എന്ന് മാത്രം. ഓക്കെ, നെക്സ്റ്റ് 131ാമത്തെ ക്വസ്റ്റ്യൻ. യഹ്താജ തഖ്വീം അദ്ദാത്തി, സെൽഫ് ഇവാലുവേഷൻ നടത്തുന്നത് ആരാണ്? അദ്ദാരിസ് ഫഖത്ത് അല്ലെ, കുട്ടി മാത്രമാണ് സെൽഫ് ഇവാലുവേഷൻ നടത്തുന്നത്, അവിടെ അധ്യാപകന്റെ ആവശ്യം വരുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ. അത്താലീം അശ്ശാമിൽ ലിൽ ജമിയ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. എന്താ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ഘട്ടങ്ങളിലുള്ള കുട്ടികളെ, വ്യത്യസ്ത സ്റ്റേജസിലുള്ള കുട്ടികളെ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ ഇരുത്തി പഠിപ്പിക്കുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അതിൽ അൽ മുജന്നിബൂന ഇജ്തിമായിയൻ, സോഷ്യലായിട്ട് സാമൂഹ്യപരമായിട്ട് അകറ്റപ്പെട്ട കുട്ടികൾ, അൽ മുജന്നിബൂന ഇഖ്തിസ്വാദിയൻ, സാമ്പത്തികപരമായി അകറ്റപ്പെട്ടിട്ടുള്ള പ്രയാസമുള്ള കുട്ടികൾ, അത്ഫാലുൻ യുവാജിഹൂന തഹദ്ദിയാത്തിൽ ജിസ്മിയ, ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ, ഇവരെല്ലാവരും എന്ത് തന്നെയാണ്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ ഉൾപ്പെടുന്നവരാണ്. അപ്പൊ നമുക്ക് കുല്ലമാദുക്കിർ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മഫ്ഹൂം അസ്സകാഉൽ മുതഅദ്ദിദ്. അസ്സകാഉൽ മുതഅദ്ദിദ് എന്ന് പറഞ്ഞതിന്റെ ഇംഗ്ലീഷ് എന്താണെന്നുള്ളത് ചോദിച്ചാണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, ഹവാർഡ് ഗാർണറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആണ് അസ്സകാഉൽ മുതഅദ്ദിദ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കലൽ മൗസ അൽ വലദു അൽ ഖത ഫി ജുംല. ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്, അതായത് ഒരു കുട്ടി പഴം തിന്നു എന്നാണ് പറയുന്നത്, പക്ഷെ ആ സെന്റൻസിൽ ഒരു തെറ്റുണ്ട് അല്ലെ. അതെന്താണ്? തഹ്രീറുൽ മബ്ഹസി, അതിന്റെ നോളജ് ആയിട്ടുള്ള, അതിന്റെ അറിവുപരമായിട്ടുള്ള തെറ്റാണോ, അല്ലെങ്കിൽ അതിന്റെ അജ്റൂമി എന്ന് പറഞ്ഞാൽ ഗ്രാമറ്റിക്കൽ നഹ്വു ആയിട്ടുള്ള തെറ്റാണോ, സ്ട്രക്ചറൽ ആയിട്ടുള്ളതാണോ, അല്ലെങ്കിൽ ആൽഫബറ്റിക്കൽ ആയിട്ടുള്ളതാണോ? നമുക്കറിയാം തഹ്രീർ തർക്കബ്, ഇവിടെ എന്താണ്, അതിന്റെ തർക്കീബി ആയിട്ടുള്ള സ്ട്രക്ചറൽ ആയിട്ടുള്ള തെറ്റാണ്. കാരണം എന്താണ്, അക്കലൽ വലതു അൽ മൗസ അല്ലെ, അക്കലൽ വലതു കഴിഞ്ഞിട്ടാണ് അൽ മൗസ എന്ന് വരേണ്ടത്. ഫിഅല്, ഫായില്, മഫൂല് എന്നുള്ള ഓർഡറിലാണ് വരേണ്ടത്. അപ്പൊ അതിന്റെ ആ ഒരു ഘടനയിലാണ് അവിടെ തെറ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി 136ാമത്തേത് നോക്കാം. ഇഖ്തർ മിനൽ ആത്തിയ നളറിയ അത്തർബിയ അൽ ഖദീമ, അതായത് പഴയ ലേണിംഗ് തിയറി താഴെ തന്നതിൽ ഏതാണ്? ബിഹേവിയറിസം, യൂണിവേഴ്സൽ ഗ്രാമർ തിയറി, കൺസ്ട്രക്റ്റിവിസം, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. ഇതിൽ ഏറ്റവും പഴയ തിയറി ഏതാണ്? നമുക്കറിയാം നളറിയ സുലൂക്കിയ, അവ്വലു മദാരിസൻ ഫൽസഫി ഫിൻ നളറിയത്തി തർബവിയ അല്ലെ. എഡ്യൂക്കേഷണൽ തിയറിയിൽ വന്നിട്ടുള്ള ആദ്യത്തെ ഫിലോസഫിക്കൽ സ്കൂളാണ് ബിഹേവിയറിസം ഔ നളറിയ അസുലൂക്കിയ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 134ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അസാനിയ മിൻ മഹാറാത്തിൽ അർബ. 4 സ്കിൽസ് ഉണ്ട് അല്ലെ. ഏതാ 4 സ്കിൽസ്? നമ്മൾ പഠിച്ചതാണ് LSRW. ഇതിൽ രണ്ടാമത്തെ ഏതാണ് LSRWയിൽ? അത്തഹദ്ദുസ് അല്ലെ, സ്പീക്കിംഗ് ആണ് രണ്ടാമത്തെ സ്കില്ല്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്. യഹ്തമു അത്തഅലീം അൽ ഇലാജി, റെമഡിയൽ ടീച്ചിങ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്താ റെമഡിയൽ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ക്ലാസ്സിൽ ഓരോ ഏരിയനെ കുറിച്ചിട്ടുള്ള കുട്ടിക്ക് എന്ത് ചെയ്യും, എന്തെങ്കിലും ആക്ടിവിറ്റീസ് കൊടുത്തിട്ട് ഏതൊക്കെ കുട്ടികൾ ഏതെല്ലാം ഏരിയകളിലാണ് പ്രയാസം അനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഒരു പരിഹാരമായിട്ട് അവർക്ക് എന്ത് ചെയ്യുക, നമ്മൾ അവരെ പഠിപ്പിച്ചിട്ട് അവർക്ക് ആ സ്കില്ല് നന്നാക്കി കൊടുക്കുക എന്നുള്ളതാണ് റെമഡിയൽ ടീച്ചിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റെമഡിയൽ ടീച്ചിങ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മുതഫവ്വിഖീൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള കുട്ടികൾക്കാണോ, മുതഖല്ലിഫീൻ ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികൾക്കാണോ, മുആഖീൻ ഡിസേബിൾഡ് ആയിട്ടുള്ള, അതായത് പല ശാരീരിക പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന കുട്ടികൾക്കാണോ, മുദരിസീൻ അധ്യാപകർക്കാണോ?
അപ്പോൾ അവിടെ എന്താണ് ബാക്ക്വേർഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെയാണ് റെമഡിയൽ ടീച്ചിങ്ങിൽ അവരെന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ 135ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ലൈസ മിനൽ അൻഷിതത്ത് സൊഫിയ ക്ലാസ് ആക്ടിവിറ്റീസിൽ പെടാത്തത് ഏതാണ്? അൽ അലാബുൽ ലുഗവിയ ലാംഗ്വേജ് പ്ലേകൾ, ലാംഗ്വേജ് പ്ലേസ്, പിന്നെ ഭാഷാപരമായ പല കളികൾ, അതുപോലെ തംസീൽ ഫർദി ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡ്രാമകൾ, അൽ ഇഖ്തിബാറുൽ മൂജസ് വളരെ ഷോർട്ടായിട്ടുള്ള ടെസ്റ്റുകൾ, അതുപോലെ റിഹ്ലാത്ത് എന്താണ് ട്രിപ്പുകൾ. ഇതിലേതാണ് റിഹ്ലാത്ത് അല്ലേ? അത് അൻഷിത ഒയറ സൊഫിയ അല്ലെ, ക്ലാസ്സിന് പുറത്തുള്ള ആക്ടിവിറ്റിയാണ്. ഇതെല്ലാം ക്ലാസ്സിലെ ആക്ടിവിറ്റിയാണ്. ദെൻ മിനൽ വസാഇലി സമഅ ബസ്വരിയ. സമഅ ബസ്വരിയ എന്ന് പറഞ്ഞാൽ ഒരു ടേം, ഓഡിയോ വിഷ്വൽ എന്നതിൻ്റെ ടേമാണ്. സമഅയ്യ അൽ ബസ്വരിയ എന്നും കാണാം, സമഅ ബസ്വരിയ എന്നും കാണാം. ഓഡിയോ വിഷ്വൽ എയ്ഡ്സിൽ പെടുന്നത് ഏതാണ്? ഓഡിയോ വിഷ്വൽ എന്ന് പറഞ്ഞാൽ കേൾക്കാനും കഴിയണം കാണാനും കഴിയണം അല്ലേ? ഖരീത്വ മാപ്പ്, മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വിഷ്വൽ മാത്രമാണ് അല്ലേ, കാണാൻ മാത്രമേ പറ്റുള്ളൂ. അതുപോലെ ലൈഹാത്ത് ബോർഡുകൾ കാണാനേ പറ്റുള്ളൂ. സബ്ബൂറ അതും ഈ ലൈഹാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒട്ടിച്ചു വെക്കുന്ന അത്തരത്തിലുള്ള ബോർഡുകൾ, ഇതാണ് സബ്ബൂറത്തുകൾ, അതെല്ലാം വിഷ്വൽ എയ്ഡ്സുകളാണ്. അതേസമയം തിൽഫാസ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിഷ്വലായിട്ടും കാണാം, അതിൽ നിന്ന് ഓഡിയോ ആയിട്ട് നമുക്ക് കേൾക്കാനും സാധിക്കും. അപ്പോൾ തിൽഫാസ് ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ദെൻ 139ാമത്തെ ക്വസ്റ്റ്യൻ മിൻ മീസത്തി തുറഖു തദ്രീസ് അൽ ഖദീമ. പഴയ ടീച്ചിങ് മെത്തേഡ്, കുറേ പഴയ കാലത്തെ കാര്യങ്ങളെ കുറിച്ചിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 2-3 ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ പഴയ ടീച്ചിങ് മെത്തേഡിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ കൃത്യമായി പഠിച്ചതാണ്. പഴയത് എങ്ങനെയായിരുന്നു പുതിയത് എങ്ങനെയായിരുന്നു എന്നുള്ള കമ്പാരിസൺ നടത്തിയിട്ട് പഠിച്ചതാണ്. അപ്പോൾ പഴയ ടീച്ചിങ് മെത്തേഡ്സിൻ്റെ പ്രത്യേകത എന്താണ്? അത് ടീച്ചർ സെൻട്രിക് ആണ് അല്ലേ. മറ്റേത് ഇപ്പോഴത്തെ എങ്ങനെയാണ്? സ്റ്റുഡൻറ് സെൻട്രിക് ആണ്, സിമ്പിളാണ്. അപ്പം എന്താണ്? തുറക്കിസു അല ദാരിസ്, സ്റ്റുഡൻറ് സെൻട്രിക്, അത് ഇപ്പോഴത്തെ അല്ലേ. അപ്പം അതല്ല. താഴ്ത്തമിതു അല അജ്ഹിസത്തി തക്നീഖാത്തിൽ ഹദീസ, മോഡേൺ ടെക്നിക് ഡിവൈസുകളെ ഡിപ്പെൻഡ് ചെയ്യുക, അതും മോഡേൺ ഇപ്പോഴത്തെ ടീച്ചിങ് ആണ് അല്ലേ. ദെൻ ലാ തുറക്കിസു അല തഫാവുൽ ബൈനൽ മുദരിസ് വത്വാലിബ്, അതായത് അധ്യാപകനും കുട്ടിക്കും ഇടയിലുള്ള ഇൻറ്ററാക്ഷന് എന്ത് ചെയ്യുന്നില്ല, അതിന് കേന്ദ്രീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ദെൻ തുറായി അൽ ഫുറൂഖുൽ ഫർദിയ, ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ പരിഗണിക്കുന്നു. അതൊക്കെ ഇപ്പോഴത്താണ്. പണ്ട് കാലത്ത് എന്താണ്? അധ്യാപകനും കുട്ടിക്കും ഇടയിലുള്ള ഇൻറ്ററാക്ഷനൊന്നും എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പകരം എന്താണ്? അധ്യാപകൻ എന്താണോ പറയുന്നത് അത് കുട്ടി പഠിച്ചു പോകുന്ന ഒരു സെറ്റപ്പായിരുന്നു. ഗുരുകുല സമ്പ്രദായമൊക്കെ ഓർത്താൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ദെൻ 140 ഡാഷ് യുറഫു ബിൽ മുഹാദസ. എന്താണ് മുഹാദസ? ഡിസ്കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്കോസ് എന്ന് പറഞ്ഞാൽ അദ്ന വഹദത്തുൻ ലുഗവിയ, ലാംഗ്വേജിലെ ഏറ്റവും ബേസിക് യൂണിറ്റ് ആണ് ഡിസ്കോസ് എന്ന് പറയുന്നത്. അൽ മുഹാദസാത്ത് ഹുവ അദ്ന വഹദത്തുൻ ലുഗവിയ. ഓക്കെ, അത് നമ്മൾ ആ രീതിയിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ഉള്ള ജസ്റ്റ് ഓരോ ഓപ്ഷൻസ്, അതുമായിട്ട് വലിയ റിലേറ്റഡ് അല്ലാത്ത ഓപ്ഷൻസ് കൊടുത്തു എന്ന് മാത്രം. 143 എന്താ പറയുന്നത്? യഷ്തമിലു അത്തഖ്വീം അൽ മുസ്തമിർ അൽ മുസ്തവാബ്, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ഉൾക്കൊള്ളുന്നുണ്ട്. എന്തൊക്കെയാണ്? തഖ്സീസ് അസൈൻമെൻറ്റ്, മജ്മുആത്ത് കുറേ ഗ്രൂപ്പുകളായിട്ടുള്ള കുറേ ആക്ടിവിറ്റീസുകൾ, ഇഖ്തിബാർ സൊഫി ക്ലാസ് ആക്ടിവിറ്റി. നമുക്കറിയാം കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് വെറും എക്സാമിനേഷൻ മാത്രമല്ല, നമ്മൾ അതിന് പുറമെ ചെയ്യുന്ന അസൈൻമെൻറ്റും പ്രൊജക്റ്റും മറ്റ് ക്ലാസ് ആക്ടിവിറ്റീസുകളും എല്ലാം തന്നെ അതിലെന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ ആൻസർ ഇസ് ജമിഉ മാ ദുകിർ. ദെൻ ലാ യഖ്തദിറു ബിൽ മസ്റഹിയ, അതായത് ഈ ഡ്രാമ നാടകം ഉണ്ടാവുമല്ലോ, ഈ നാടകം ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റൂല? തഖ്വീം അൽ മഖ്ദിറാത്തുൽ ബഹ്സിയ, അതായത് അവർക്ക് നോളജ് എബിലിറ്റി നോക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ മഖ്ദിറാത്തുൽ ഇബ്ദാഇയ, അവരുടെ ക്രിയേറ്റീവായിട്ടുള്ള കഴിവ്. അതുപോലെ മഖ്ദിറാത്തുൽ തഹ്രീരിയ, അവരുടെ എഴുതുന്ന കഴിവ്. മഖ്ദിറാത്തുൽ അദാഇയ, അവരുടെ പെർഫോമൻസിലുള്ള എബിലിറ്റി. അവ ഏതാണ്? തീർച്ചയായിട്ടും അവർക്ക് തഹരീരിയായിട്ട് അവരുടെ എഴുത്തെങ്ങനെ എന്നുള്ളത് മസ്രഹിയെന്ന് കിട്ടൂല. അതേസമയം അവരുടെ നോളജ്, ക്രിയേറ്റിവിറ്റി, പെർഫോമൻസ് ഇതെല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മസ്രഹിയെന്ന് ഇവാലുവേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ദെൻ 141 ഇഖ്തിറഷാദ് അൻ വലാഇഫുൽ ലുഗ, ലാംഗ്വേജിൻ്റെ ഡ്യൂട്ടീസിൽ ഒറ്റപ്പെട്ടത്. സിമ്പിളാണ് അല്ലേ.
ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. വസീല ലിക്തിസാബിൽ അംവാൽ, ലാംഗ്വേജിനെ ഒരു ധനസമ്പാദന മാർഗമായിട്ട് കാണാൻ എന്തില്ല, അത് അതിൻ്റെ ഒരു വലീഫത്തല്ല. അതേസമയം അത് ഇത്തിസ്വാൽ കമ്മ്യൂണിക്കേഷനുള്ള ഒരു മാർഗമാണ്. വസീല മാരിഫത്തു സഖാഫാത്ത്, മറ്റുള്ള കൾച്ചറുകളും അതിലെ അറിവുകളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു മാർഗമാണ്. വസീല ലി താബീർ, എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു മാർഗമാണ്. 142 ബിവാസിത്തത്തിൽ യുഅബ്ബിറുൽ ഇൻസാൻ, അതായത് ലാംഗ്വേജ് മുഖേന ഒരു മനുഷ്യന് എന്ത് പ്രകടമാക്കാൻ പറ്റും? ആറാ അഭിപ്രായങ്ങള്, അഫ്കാർ ചിന്തകള്, ഷൗർ ഫീലിങ്സുകള്, ജമിഉ മാ ദുക്കിർ എല്ലാം അല്ലെ. ഒരു ലാംഗ്വേജിലൂടെ നമുക്ക് നമ്മുടെ ചിന്തകളും അഭിപ്രായങ്ങളും ഫീലിങ്സ് ഒക്കെ പ്രകടമാക്കാൻ പറ്റും അല്ലെ. ദെൻ അൽ അഖ്താഉൽ വാരിദ ഫിൽ ഹുറൂഫ്, അക്ഷരങ്ങളിൽ വന്നിട്ടുള്ള തെറ്റുകളെ, ഹിയ ഖത്വഉൻ, എന്താ നേരത്തെ ചോദിച്ച അതിൻ്റെ വേറൊരു ചോദ്യം അല്ലേ. മബഹസി നോളജ് ആയിട്ടുള്ള തെറ്റ്, അജ്റൂമി നഹ്വ് ഗ്രാമറ്റിക്കൽ ആയിട്ടുള്ളത്, തർക്കീബി സ്ട്രക്ചറൽ ആയിട്ടുള്ളത്, തഹജി ആൽഫബറ്റിക്കൽ ആയിട്ടുള്ളത്. അപ്പം അക്ഷരങ്ങളിൽ വരുന്ന തെറ്റുകളെ നമ്മൾ എന്താണ് പറയുക? തഹജി അല്ലെ, ആൽഫബറ്റിക്കൽ ആയിട്ടുള്ളതിനാണ് പറയുന്നത്. ഹുറൂഫുൽ ഹജ ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. നെക്സ്റ്റ് യജ്രി അത്തഖ്വീമുൽ മുസ്തമിർ, കണ്ടിന്യൂസ് ഇവാലുവേഷൻ, തുടർ മൂല്യനിർണ്ണയം നടക്കുന്നത് ഫി നിഹായത്തിൽ ഫസ്ൽ ദിറാസി, ഒരു ക്ലാസ് പീരിയഡിൻ്റെ അവസാനത്തിൽ, അതുപോലെ അസ്നാ തദ്രീസ് ടീച്ചിങ്ങിൻ്റെ ഇടയിൽ, നിഹായത്തു തദ്രീസ് ടീച്ചിങ്ങിൻ്റെ അവസാനത്തിൽ, ആ ഒരു ക്ലാസ്സിൻ്റെ പാഠത്തിൻ്റെ അവസാനത്തിൽ, ഫി നിഹായത്തിൽ ആമുദ് ദിറാസി ഒരു വർഷത്തിൻ്റെ അവസാനത്തിൽ, അക്കാഡമിക് ഇയറിൻ്റെ അവസാനത്തിൽ. നമുക്കറിയാം കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ടീച്ചിങ്ങിൻ്റെ ഇടയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കും. ഇടയ്ക്ക് അവരോട് എന്തെങ്കിലും ചെയ്യാൻ പറയുന്നതോ അവർക്ക് മനസ്സിലായതോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതോ എല്ലാം തന്നെ കണ്ടിന്യൂസ് ഇവാലുവേഷനിൽ പെടുന്നതാണ്. ദെൻ 149 ചോദിക്കുന്നത് യജ്രി അത്തഖ്തീത്തു സനവി, ഇയർ പ്ലാനിങ്. ഇയർ പ്ലാനിങ് എപ്പോഴാണ് തയ്യാറാക്കുക? എന്ത് കാര്യം നമ്മൾ നടത്തുന്നതിൻ്റെ മുമ്പും എന്ത് വേണം? ഒരു പ്ലാനിങ് വേണം. ഇതെങ്ങനെ തുടങ്ങും എന്നുള്ള ഒരു പ്ലാനിങ് ഉണ്ടായാലേ നമുക്കത് പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഒരു ഇയർ പ്ലാനിങ് എങ്ങനെ നടത്താം? ആ ഒരു അക്കാഡമിക് ഇയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ, അതിൻ്റെ അവസാനത്തിൽ, അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും, ഓരോ മാസത്തിനിടയിലും. നമുക്കറിയാം സ്റ്റാർട്ടിങ്ങിലാണ് നമ്മളൊരു ഇയർ പ്ലാനും ലെസൺ പ്ലാനും ഒക്കെ എന്തും സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പാണ് അതിൻ്റെ പ്ലാനിങ് നടത്തുന്നത്. ഓക്കെ, നെക്സ്റ്റ് 147 കലിമ മുഅദില ലി ഡിസ്കോസ്. വളരെ സിമ്പിളായിട്ടുള്ള ട്രാൻസ്ലേഷനൊക്കെ വളരെ സിമ്പിളായിട്ടാണ് ചോദിച്ചത്. മറ്റെന്താ സ്ട്രാറ്റജി, തിയറീസ്, എന്താണ് ഇവാലുവേഷൻ. മുഹദ്ദസ എന്ന് പറഞ്ഞാൽ ഡിസ്കോസ്, വളരെ സിമ്പിളാണ്. ദെൻ 148 ചോദിച്ചിട്ടുള്ളത് ഹസ്ബ ഖവായിദ് ലുഗത്തിൽ ആലമിയ യക്തസിബു തിഫ്ൽ, യൂണിവേഴ്സൽ ഗ്രാമർ തിയറി ബേസ് ചെയ്തിട്ട് ഒരു കുട്ടി ലാംഗ്വേജ് അക്വസിഷൻ നടത്തുന്നത് ഫത്തറിയൻ നാച്ചുറലായിട്ട്, മിനൽ മുദരിസ് അധ്യാപകനിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, എല്ലാം തെറ്റാണ്. ഫത്തറിയൻ അല്ലേ, ആ കീവേഡൊക്കെ കറക്റ്റായിട്ട് ഓർത്ത് വെക്കാം. ദെൻ 150 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ദാരിസിൻ യൻഷിദ് അൽ മൻലൂം ജയ്യിദൻ, ഒരു കുട്ടി നന്നായി പാട്ട് പാടുന്ന ഒരു കുട്ടി, ഹു എത്തസിഫു ബി, ആ കുട്ടിക്ക് ഏത് ഇൻ്റലിജൻസ് ആണുള്ളത് എന്നുള്ളതാണ്. വളരെ സിമ്പിളാണ്. പാട്ട് പാടുന്ന കുട്ടിക്ക് മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്രാവശ്യം കാറ്റഗറി 4 ചോദിച്ചിട്ടുള്ളത്. ഒരുപാട് തവണ മുൻ വർഷത്തെ ക്വസ്റ്റ്യൻസ് നോക്കിയവർക്ക് തന്നെ മനസ്സിലാകും ഒരുപാട് റിപ്പീറ്റഡ് പാറ്റേണും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഡിഫിക്കൽട്ടാണെന്ന് പറയാനുള്ള ഒന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്കൊക്കെ കിട്ടി. കേട്ടിട്ട് എല്ലാവരും നന്നായിട്ട് ക്വാളിഫൈ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ശുക്രൻ ലക്കും ലിഹസ്നി ഇസ്തിമാഇക്കും.